ഹലോ, ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പക്കോടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ കഴിക്കാനുള്ളതാണ്. ഇത് വളരെ ഈസിയാണ് പ്രിപ്പറേഷൻ. നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇവിടെ വന്നിട്ട് 5 പൊട്ടാറ്റോസാണ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ബോയിൽ ചെയ്തതാണ്. സ്കിന്നൊക്കെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാഷ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാഷർ വെച്ചിട്ടോ മാഷ് ചെയ്ത് എടുക്കാം. ഇപ്പം നമുക്കൊരു പാൻ വയ്ക്കാം. അതിൽ വന്നിട്ട് നമ്മൾ ഈ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ പൊട്ടാറ്റോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചാട്ട് മസാല ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചാട്ട് മസാല വളരെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യൂ. അത് ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് വന്നിട്ട് എൻഹാൻസ് ചെയ്യൂ, ടേസ്റ്റ് കൂട്ടിത്തരൂ നമ്മളുടെ ഡിഷിന്. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. പൊട്ടാറ്റോ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. ഇത് വന്നിട്ട് കടലമാവാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടലമാവിന്. പിന്നെ വന്നിട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലേശം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് കുറച്ച് റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് അയമോദകമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ആക്കണേ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ബാറ്റർ ആക്കിയിട്ട് തയ്യാറാക്കണേ. നമ്മൾ ബജ്ജി ബോണ്ടാനൊക്കെ മിക്സ് ആക്കില്ലേ ബാറ്റർ, അതേ സെയിം കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിൻ്റെ വേണ്ടത്. ലംസ് ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് ഇതുപോലെ സ്മൂത്ത് ബാറ്ററാണ് വേണ്ടത്. ഇത്രയും ലിക്വിഡ് ഉണ്ടാവണോ, ഇതുപോലെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് സോൾട്ട് ടേസ്റ്റ് ആക്കിയിട്ട് പോരങ്ങി ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കണേ. ഇപ്പോൾ നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും നിങ്ങൾ ബ്രെഡ് എടുക്കുക. ഞാനിവിടെ ഒരു 6 to 8 പീസസ് ഓഫ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ പൊട്ടാറ്റോൻ്റെ മസാല, അതാണ് ഇപ്പോൾ ഞാൻ സ്പ്രെഡാക്കി കൊടുക്കണത്, ഫില്ലാക്കി കൊടുക്കണത് ഈ ബ്രെഡിൻ്റെ അകത്ത്. ഇതുപോലെ എല്ലായിടത്തും എത്തണ പോലെ ഓൾ ഓവർ ദ ബ്രെഡ് നമുക്ക് സ്പ്രെഡാക്കി കൊടുക്കണേ. ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇനിയൊരു സ്ലൈസ് ഓഫ് ബ്രെഡ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കവറാക്കി കൊടുക്കണേ ഇതുപോലെ. അതിന് ശേഷം നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ കട്ടാക്കാം. ഇതുപോലെ സാൻഡ്വിച്ച് ഷേപ്പിൽ കട്ടാക്കിയിട്ട് നമ്മൾ വന്നിട്ട് ഈ ബ്രെഡിനെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കടലമാവ് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ ആ ബാറ്ററിലാണ് നമ്മൾ ഫില്ലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇത്രയും പീസസ് ഒരു 6 to 7 പീസസാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പീസസ് ആവശ്യമോ അത് അത്രയും നിങ്ങൾ ചെയ്ത് വെക്കുക. ഇതേ സമയത്ത് നമ്മൾ ഒരു പാനിൽ ഓയിൽ ഹീറ്റാക്കാൻ വെക്കണം. ഓയിൽ ഹീറ്റായതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് സാൻഡ്വിച്ച് വന്നിട്ട് നമ്മൾ ഈ കടലമാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും കടലമാവ് കവറാവണ പോലെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഓയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒന്നൊന്നായിട്ട് പൊരിച്ചെടുക്കണം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര പൊരിച്ചെടുക്കാം. ഈ കടലമാവ് വേവാനുള്ള സമയം മാത്രം കൊടുത്താൽ മതി. ബാക്കി അകത്തുള്ള പൊട്ടാറ്റോ എല്ലാം ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് അല്ലേ. അപ്പോൾ ഈ കടലമാവ് വേവാനൊന്ന് മാത്രം നമുക്ക് ടൈം കൊടുത്താൽ മതി. ഒരു 20 to 30 സെക്കൻഡ്സ് ആണ് ഇതിനെ ഫ്ലിപ്പ് ചെയ്യേണ്ട. 20 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി, തിരിച്ചിട്ടാൽ മതി. ഈ ഭാഗത്ത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. 2 പ്രാവശ്യം ഫ്ലിപ്പാക്കിയാൽ മതിയാവും. ഇങ്ങോട്ടും അങ്ങോട്ടും 2 പ്രാവശ്യം ഫ്ലിപ്പാക്കിയാൽ അത് വെന്ത് കിട്ടിക്കോളും. നമ്മളുടെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട റെഡിയാണ്. ഈ ഡിഷ് നോർത്ത് ഇന്ത്യൻ സൈഡെല്ലാം വളരെ ഫേമസ് ആണ്. ഇത് നല്ല ഫില്ലിങ്ങുമാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്, കോളേജിൽ കൊണ്ടുപോവാം, സ്കൂളിന് കൊണ്ടുപോവാം, നമുക്ക് ട്രാവലിംഗ് ടൈമിൽ കൊണ്ടുപോവാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കിഡ്സും അഡൾട്ട്സും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളുടെ ടേസ്റ്റി അടിപൊളി ബ്രെഡ് പക്കോട ഇവിടെ തയ്യാറാണ്. ഇത് നിങ്ങൾക്ക്
ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ അവരുടെ കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യുക. ഇത് വളരെ യൂണീക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കും. കുട്ടികളും അഡൾട്ട്സും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഈസിലി അവൈലബിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് പൊട്ടാറ്റോ പറയാം. പ്രൊമോട്ട്സ് വെയ്റ്റ് ഗെയിൻ, ഈസി ടു ഡൈജസ്റ്റ്, സ്കിൻ കെയർ, reduces inflammation, prevents cancer, lower blood pressure, proper functioning of brain, prevent heart disease, treats diarrhea.